നാരായണൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ പടിയൂർ ഘടകത്തിലെ സെക്രട്ടറിയായി കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിക്കുന്നു. 11,000-ഓളം വരുന്ന ജനസംഖ്യയുള്ള പടിയൂരിൽ വോട്ടർമാരായിട്ട് 13,200-ൽ താഴെ ആണ് നിലനിൽക്കുന്നത്. ഈ പഞ്ചായത്തിൽ 420 പേർക്ക് വീടില്ലാത്തവരായിട്ട് അസസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്കെല്ലാം വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് CPM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള അനന്തൻ മാഷിലൂടെ പാർട്ടി നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ പാർട്ടി ഘടകത്തിന് 13 വാർഡുകളിലും പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും പാർട്ടി ഘടകങ്ങൾ രൂപീകരിക്കുന്നതിനും ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ വർഗാഭജന സംഘടനയായ SFI, DYFI, മഹിളാ അസോസിയേഷൻ, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, TU എന്നിവയുടെ പ്രവർത്തനം പ്രബലമാണ്. ഇവർക്കെല്ലാം കൂടി ഏകദേശം 10,000-ഓളം അംഗത്വം പടിയൂരിൽ നിലനിൽക്കുന്നുണ്ട്. പടിയൂരിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കാനും പടിയൂരിലെ വിവിധ സ്ഥാപനങ്ങളിൽ പാർട്ടിയുടെ അംഗത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയും ഈ കാലഘട്ടത്തിൽ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി കൂടുതൽ ജനസ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എക്കാലവും ഏർപ്പെടുന്നുണ്ട്. അതിന് ബഹുജനങ്ങളുടെ അംഗീകാരം വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ പടിയൂരിൽ കണ്ടുവരുന്നത്. ഇത് സംസ്ഥാനത്താകെയുള്ള ഒരു വർധനവിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പടിയൂരിലെയും വർധനവ് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ CPIM പടിയൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒത്തുചേർന്നാൽ മറ്റു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇതിനെ ദുർബലപ്പെടുത്താനും കഴിയാത്ത വിധം ശക്തമാണ്. ട്രേഡ് യൂണിയൻ രംഗത്തും യുവജന രംഗത്തും ഉള്ള പ്രവർത്തകരെ ജനകീയ വിഷയങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും പാർട്ടിക്ക് ഏറെ നേട്ടമുണ്ടായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പടിയൂരിലെ പഞ്ചായത്തിലെ ഏകദേശം 4 വാർഡുകളിലും അതുപോലെ തന്നെ എടതിരിഞ്ഞ് സർവീസ് സഹകരണ ബാങ്കിൽ, എടതിരിഞ്ഞ് HDP സമാജം സ്കൂളിലെ മാനേജ്മെൻറ്റ്ഷിപ്പിൽ ഒക്കെ തന്നെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും പാർട്ടി ലക്ഷ്യമിട്ട ബഹുജന പ്രസ്ഥാനത്തിൻ്റെ കൂടുതൽ അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വീട് വീടാന്തരം ഇറങ്ങിക്കൊണ്ടുള്ള സമ്പർക്ക പരിപാടികൾ പാർട്ടി എക്കാലവും നടത്തിവരുന്നു. പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ പ്രവർത്തനം കഴിഞ്ഞ വർഷത്തെക്കാളും 100 പത്രങ്ങളുടെ വർധനവ് ഈ വർഷത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം ജനവിഭാഗങ്ങളും ഇടത്തരം ക്രിസ്ത്യൻ വിഭാഗങ്ങളും SC/ST വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങളും എല്ലാം തന്നെ CPM-നോട് അനുഭാവപൂർവ്വം സഹകരിക്കുന്ന സ്ഥിതിയാണ് ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നത്. ഇത് പാർട്ടിയുടെ യശസ്സിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഒരു മുഖമുദ്രയായി കാണുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനപ്രതിനിധികളെ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ സഹായത്താൽ വീട് വീടാന്തരം സമ്പർക്ക പരിപാടിയിലൂടെയും പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാളും മുൻപന്തിയിൽ ഒരു CPIM പടിയൂരിൽ വളർന്നു വരുന്നതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ അനുകൂല ഘടകങ്ങളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പുറകോട്ടടിപ്പിച്ചുകൊണ്ട് ഉയർന്ന കേഡറോടുകൂടിയുള്ള ഒരു പാർട്ടിയായി പടിയൂരിൽ വളരുന്നുണ്ട്. ഈ വളർച്ച പൊതുവെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രത്യേകിച്ച് വർഗീയ ശക്തികൾ വിഭാവനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനൊക്കെ തന്നെ വിമർശനങ്ങൾ പാർട്ടി ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരിൽ നിന്നുള്ള അതിക്രമങ്ങളൊക്കെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെ രൂക്ഷമായ കാലഘട്ടമാണ്. പിന്തിരിപ്പൻ വിരോധ ശക്തികളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് CPM അതീശക്തിയായി പടിയൂരിൽ വളരും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു സംഭാഷണം എന്ന നിലയ്ക്ക് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. കഴിഞ്ഞു.